പത്മപുരാണം, ശിവപുരാണം എന്നിവ പ്രകാരം ശിവനും പാർവതിക്കും 3 മക്കളുണ്ട്. സുബ്രഹ്മണ്യൻ, ഗണപതി എന്നിങ്ങനെ 2 ആൺമക്കളും അശോകസുന്ദരി എന്ന ഒരു മകളുമുണ്ട്. താരകാസുരനെതിരെ യുദ്ധം ചെയ്യാൻ സുബ്രഹ്മണ്യൻ കൈലാസത്തിൽ നിന്ന് പുറപ്പെട്ട് അധികനേരം കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തപ്പോൾ പാർവതി തന്റെ ഏകാന്തതയിൽ നിന്ന് മുക്തി നേടാൻ മാന്ത്രിക വൃക്ഷമായ കൽപ്പവൃക്ഷത്തോട് തനിക്കൊരു പെൺകുഞ്ഞിനെ നൽകാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവളുടെ ആഗ്രഹം സഫലമാവുകയും അവൾ അശോകസുന്ദരിയുടെ അമ്മയാകുകയും ചെയ്യുന്നു. പാർവതി ദേവിയുടെ വരവ് ദേവിക്ക് സന്തോഷം നൽകുന്നതിനാലാണ് ആ പെൺകുട്ടിക്ക് ആ പേര് ലഭിച്ചത്. ശോകം എന്നാൽ ദുഃഖം, അശോകം എന്നാൽ ദുഃഖങ്ങൾ മായ്ക്കുന്ന സുന്ദരി. അശോകസുന്ദരി എന്നാൽ മറ്റ് ചില ഗ്രന്ഥങ്ങളിലും നാടോടി കഥകളിലും ശിവനും പാർവതിക്കും ജ്യോതി, മാനസ എന്നീ 2 പെൺമക്കൾ കൂടിയുണ്ടെന്ന് പറയുന്നു. ജ്യോതി എന്നാൽ വെളിച്ചം, വിളക്ക് എന്നാണ് അർത്ഥമാക്കുന്നത്. ശിവന്റെ മുടിയിൽ കുടികൊള്ളുന്ന ചന്ദ്രക്കലയിൽ നിന്നാണ് ജ്യോതി ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. തമിഴ്നാട്ടിൽ അവളെ ആരാധിക്കുന്നു. ശിവന്റെ മനസ്സിൽ ജനിച്ച മകളായ മാനസയെക്കുറിച്ച് മറ്റു നാടോടി കഥകൾ പറയുന്നു. ഒരു സർപ്പവിഗ്രഹത്തിൽ വീഴുന്ന ശിവന്റെ വിയർപ്പിൽ നിന്നാണ് അവൾ ജനിച്ചതെന്ന് ചുരുക്കം ചിലർ പറയുന്നു. ശിവന്റെ കഴുത്തിൽ അലങ്കാരമായി നിൽക്കുന്ന സർപ്പരാജാവായ വാസുകിയുടെ സഹോദരിയാണ് മാനസ എന്നും അവൾ എല്ലാ സർപ്പങ്ങളുടെയും തലയാണെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ജ്യോതിയെയും മാനസയെയും ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ കുറവാണ്. എന്നാൽ ഗണപതിയും കാർത്തികേയനും എന്ന നിലയിൽ അവർക്ക് വലിയ പ്രശസ്തി ലഭിച്ചില്ല. കാരണം അവരെ ഒരു പ്രത്യേക ഗ്രാമത്തിൽ ഒതുങ്ങി നിന്ന് ആരാധിക്കുന്ന ദേവതയായ ഗ്രാമദേവതയായി കണക്കാക്കുന്നു.